ഇന്നലെ ഈസ്റ്റർ ദിനത്തിൽ ലോകത്തെ അഭിസംബോധന ചെയ്ത അദ്ദേഹം അതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സമാധാനം. യുദ്ധം വെടിഞ്ഞ് ലോകം സമാധാനത്തിൽ നിലകൊള്ളാൻ എന്നും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന ലോക സമാധാനത്തിൻ്റെ ദൂതനായ ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ അവസാന വാക്കിലും അത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അർജന്റീനയിലെ ബ്യൂണസ് ആയരീസിൽ ആർച്ച് ബിഷപ്പിൻ്റെ കൊട്ടാരം ഉപേക്ഷിച്ചുള്ള യാത്ര തന്നെ മതി അദ്ദേഹത്തിൻ്റെ എളിമയുടെ അളവ് മനസ്സിലാക്കാൻ. വത്തിക്കാനിലെ പോപ്പിൻ്റെ വസതിയിൽ വിരുന്നുകാരാവാൻ കാത്തിരിക്കുമായിരുന്നു ലോക നേതാക്കൾ. എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വിരുന്നൂട്ടിയത് റോമിലെ പാവപ്പെട്ടവരെയായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി ഇസ്രായേൽ പ്രസിഡന്റിനെയും പാലസ്തീൻ പ്രസിഡന്റിനെയും ഒന്നിച്ചു കൊണ്ടുവന്ന് പ്രാർത്ഥന നടത്തിയ സമാധാനത്തിൻ്റെ ഇടയൻ ഇനി നമ്മുടെ കൂടെയില്ല. 89 വർഷത്തെ വിശുദ്ധ ജീവിതത്തിനൊടുവിൽ അദ്ദേഹം കാലം ചെയ്തിരിക്കുന്നു. സമാധാനത്തിൻ്റെ വിത്തുപാകി ലോകത്തെ നയിച്ച പ്രിയപ്പെട്ട മാർപ്പാപ്പയ്ക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി.